PCOD അല്ലെങ്കിൽ PCOS നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം? ഒരു ചെറിയ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ടൈഫോയിഡൊക്കെ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മെഡിസിൻസ് എടുത്തു, കുറച്ച് ജീവിത ശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി, കുറച്ച് വ്യായാമം ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞാൽ ആ ഒരു കുറഞ്ഞ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയുള്ളൊരു കാര്യമല്ല PCOS അല്ലെങ്കിൽ PCOD ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ത്രൂ ഔട്ട് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തണം. എന്നാലേ നമുക്കത് PCODയുടെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ PCOD നമുക്കൊരു കൺട്രോളിൽ മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഞാൻ ഡോക്ടർ നദീത, ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ വാർദ്ധക്യം ആയവരിൽ വരെ PCODയുടെ ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മരുന്നിൻ്റെ ആവശ്യമുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടി, കുറച്ച് ടിപ്പുകളും കൂടി നമ്മൾ ജീവിതത്തിൽ പിന്തുടരേണ്ടതുണ്ട്. എന്നാലേ നമുക്കതൊരു നോർമൽ ലെവലിൽ അവർക്കൊരു നോർമൽ ലൈഫ് അല്ലെങ്കിൽ ജീവിതം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു നോർമൽ രീതിയിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അതിലൊന്നാമത്തത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഭക്ഷണ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഭക്ഷണശൈലിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഡയറ്റ് പ്ലാൻ ഉണ്ട് അവർക്ക്, PCODക്കാർക്ക് പ്രത്യേകിച്ചൊരു ഡയറ്റ് പ്ലാനുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് തടി കുറക്കുക അല്ലെങ്കിൽ വെയിറ്റ് കുറക്കുക എന്നുള്ളതല്ല. പെട്ടെന്ന് ഭക്ഷണം മുഴുവനായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെയിറ്റ് കുറക്കുക എന്നുള്ള കാര്യങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോർമലി നമ്മളൊരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് കൂടുതൽ അന്നജം ഉള്ള ഭക്ഷണം, കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്തുന്ന ഒരു രീതിയാണ്. അതിൽ നിന്നൊരു ചേഞ്ചാണ് നമ്മൾ ഇതിൽ വരുത്തേണ്ടത്. അന്നജത്തിൻ്റെ അളവ് കുറക്കണം എന്ന് കരുതി പൂർണ്ണമായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്നല്ല. ഡെയിലി ഇപ്പോൾ 3-4 നേരം നമ്മൾ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു നേരമായിട്ട് നമുക്ക് കുറക്കണം. അതും അതിൻ്റെ അളവ് കുറക്കുക. ഒരു ചെറിയ കപ്പിൽ ചോറെടുക്കാം, ബാക്കി നമുക്ക് മറ്റു ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. സാധാരണ നമ്മൾ പറയാറുണ്ട് PCOD ഉള്ളവർ തടി കൂടുതലുള്ളവരായിരിക്കും PCOD കാണുക എന്നുള്ളത്. അങ്ങനെയല്ല, മെലിഞ്ഞവരിലും PCOD കാണുന്നുണ്ട്. അപ്പോൾ തടി കൂടുതലുള്ളവർ, BMI കൂടുതലുള്ളവർ അത് കുറയ്ക്കുകയും വേണം. തടി കുറഞ്ഞവർ ഒരിക്കലും ഭക്ഷണം കൺട്രോൾ ചെയ്തുകൊണ്ട് തടി പിന്നെയും കുറയ്ക്കല്ല വേണ്ടത്. BMI കുറവുള്ളവർ BMI കൂട്ടുകയാണ് വേണ്ടത്. അതായത് ഒരു നോർമൽ ബോഡിയിൽ എത്രത്തോളം വെയിറ്റ് അവർക്ക് പറ്റുമോ അത്ര ആ ഒരു ലെവലിൽ എപ്പോഴും കീപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കാം. അപ്പോൾ പൂർണ്ണമായിട്ടും കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുകയല്ല, അതിന് പകരം നമുക്ക് ഓട്സ് ഉപയോഗിക്കാം. ഓട്സ് എന്ന് പറയുമ്പോൾ സ്റ്റീൽ കട്ട്സ് ഓട്സൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. നോർമലി നമുക്ക് കിട്ടുന്ന ഓട്സിലൊക്കെ ഫൈബറിൻ്റെ അളവ് വളരെ കുറവാണ്. പിന്നെ നമുക്ക് അരിയാണെങ്കിൽ തവിടുള്ള അരി ഉപയോഗിക്കാം. തവിട് കളഞ്ഞ അരി നമുക്ക് ഇതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കും, അവർക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അത് കാരണമാകും. അപ്പോൾ അന്നജത്തിന്, അതായത് കാർബോഹൈഡ്രേറ്റിന് പകരം ഈ കാർബോഹൈഡ്രേറ്റിൽ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ അതിൻ്റെ അളവ് വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കാം. നമുക്ക് അതുപോലെ തന്നെ പാലും പാലുൽപ്പന്നങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അതിൽ ചെറിയ അളവിൽ നമുക്ക് നെയ്യൊക്കെ ഉപയോഗിക്കാം, പക്ഷേ പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അതായത് PCODക്കാരിൽ, അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. മറ്റൊരു കാര്യം നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റിഫൈൻഡ് ഫ്ലോറും ഒഴിവാക്കുക, അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിൽസും മാക്സിമം പൂർണ്ണമായിട്ടും നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ധാരാളം ജങ്ക് ഫുഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഡീപ്പായിട്ടുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. നമ്മളിപ്പോൾ ധാരാളം മത്സ്യങ്ങളോ അല്ലെങ്കിൽ മാംസമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടെ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള രീതികൾ ഒഴിവാക്കിയിട്ട് നമുക്കത് കറിയായിട്ടൊക്കെ ഉപയോഗിക്കാം. ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്താം, അതായത് ഫൈബേഴ്സ് വളരെ നല്ലതാണ്. ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുറഞ്ഞൊരളവിൽ ചോറെടുക്കാം, ബാക്കി നിങ്ങൾക്ക് മുളപ്പിച്ച പയറ്, ധാന്യങ്ങൾ ഉപയോഗിക്കാം. മുട്ട കഴിക്കാം, ഒരു മുഴുവനായിട്ടുള്ളൊരു മുട്ട തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് എഗ് വൈറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഡെയിലി ഒരു മുട്ട, ഫുള്ളായിട്ടുള്ളൊരു മുട്ട എടുക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എപ്പോഴും നമ്മളൊരു വെയിറ്റ്, ഒരു കൺട്രോളിൽ, നമ്മൾ ഒരു ഹൈറ്റിന് ഇത്ര വെയിറ്റ് എന്നുണ്ട്, ആ ഒരു കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് PCOD മാനേജ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സസൈസാണ്. ഭക്ഷണ ക്രമീകരണത്തോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എക്സസൈസ് എന്നുള്ളത്. യോഗ, മെഡിറ്റേഷന്, കാർഡിയാക് എക്സസൈസുകളാണ് നമ്മൾ PCOD ഉള്ളവരിൽ നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ബട്ടർഫ്ലൈ പോസുകൾ പോലുള്ള എക്സസൈസുകൾ അവർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ നടത്തം അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ ആണെങ്കിൽ 5-10 മിനിറ്റ് ചെയ്തു കരുതിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് വല്ല ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസം എക്സസൈസ് ചെയ്യുക. ഇനി ഡെയിലി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാലേ നമ്മൾ കരുതുന്ന ഒരു എഫക്റ്റ് എക്സസൈസിന് നമ്മുടെ ശരീരത്തിലും അതുപോലെ തന്നെ മനസ്സിനൊക്കെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ.
നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ശരീരത്തിൽ കുറേ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് ഡോപ്പമൈൻ, സെറോട്ടോണിൻ, അങ്ങനെയുള്ള കുറച്ച് കെമിക്കൽസ്. അതൊക്കെ നമ്മുടെ ശരീരം അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ നമുക്ക് ഉത്സാഹവും ഉല്ലാസമൊക്കെ നൽകാനും എപ്പോഴും മനസ്സ് ഫ്രഷായിട്ടും ശരീരം ഫ്രഷായിട്ട് ഇരിക്കാനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഡെയിലി പറഞ്ഞ പോലെ 30-40 മിനിറ്റ് എക്സസൈസ് ഡെയിലി ചെയ്യുക. ഈ പി സി ഒ ഡിയുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ PCOSൻ്റെ ബുദ്ധിമുട്ടുള്ളവർ. ഇപ്പം ഞാൻ PCOD PCOS ഒക്കെ പറയുന്നുണ്ട്. PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവറിയിൽ ചെറിയ കുമിളകൾ, സിസ്റ്റുകൾ രൂപപ്പെടുന്നതാണ്. ഈ PCOD നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളും കൂടി അഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ PCOS ആകും. അതായത് നമുക്ക് ബോഡിയിൽ ഹെയർ ഗ്രോത്ത് കൂടും, ആഗ്നി, പിമ്പിൾസ് ഒക്കെ ഉണ്ടാകും. ചിലർക്ക് പീരിയഡ്സ് അനുബന്ധിച്ച് ബ്ലോട്ടിങ് ഉണ്ടാകാം, മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, ജോയിൻറ്റ് പെയിന്, പിന്നെ റെഗുലർ പീരിയഡ്സ് തന്നെ ആയിരിക്കും പൊതുവെ PCODക്കാർക്ക് ഉണ്ടാവുക. പെയിൻ ഉണ്ടാവാം, ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതാണ് PCODയും PCOSും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മാനേജ് ചെയ്ത് ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെഡിസിൻ എടുക്കണം. ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഭക്ഷണ രീതികൾ ക്രമീകരണം വരുത്തണം, അതിൻ്റെ കൂടെ എക്സസൈസ് വേണം, അതിൻ്റെ കൂടെ മെഡിസിനുകളും എടുക്കണം. അപ്പോൾ മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ചാണ്. ഓരോ വ്യക്തികൾക്കും പല രീതിയിലായിരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. ചിലർക്ക് പീരിയഡ്സ് ഹെവി ആയിരിക്കാം, ചിലർക്ക് പെയിന് കൂടുതലായിരിക്കാം, ചിലർക്ക് 3-4 മാസങ്ങളിൽ കൂടെ ആയിരിക്കാം പീരിയഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മാനേജ്മെൻ്റ് ആയിരിക്കാം നമുക്ക് വേണ്ടത്. പിന്നെ ആഗ്നി നന്നായിട്ടുണ്ടാവാം, ചിലർക്ക് ഹെയർ ഫാൾ ആയിരിക്കാം, പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാം, പിന്നെ കക്ഷത്തിലും കഴുത്തിലൊക്കെ കറുത്ത കളറായിട്ടൊക്കെ വരാം. ഇൻസുലിൻ റെസിസ്റ്റൻ്റ് കൊണ്ടൊക്കെ വരും. PCODക്കാർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി, അതായത് ഡയബറ്റിക് ഒക്കെ ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെഡിസിനൽ മാനേജ്മെൻറ്റ് വരുന്നത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടെന്നുള്ള അനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കൂടെ മെഡിസിനൽ മാനേജ്മെൻറ്റും കൂടി എന്തായാലും പോകണം. നമ്മൾ എത്ര കാലം മെഡിസിൻസ് എടുക്കുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യണത് ആ ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ചാണ്. അത് ചിലപ്പോൾ മാസങ്ങളോളം എടുക്കാം, ചിലപ്പോൾ വർഷങ്ങളോളം എടുക്കാം. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് മെഡിസിൻ എന്തായാലും നിർബന്ധമാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ PCOD കാരണം ഉണ്ടാവും. ഇൻഫെർട്ടിലിറ്റി വരെ PCOD കാരണമാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എത്ര കാലം വരെ ഈ മെഡിസിൻസ് എടുക്കണം എന്നുള്ളതൊരു കറക്റ്റായിട്ട് നോക്കാൻ കഴിയില്ല. നമ്മുടെ അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചായിരിക്കും മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. നാലാമതായി സപ്ലിമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഈ ഒരു ഇറഗുലർ പീരിയഡ്സ് അല്ലെങ്കിൽ ഹെവി പീരിയഡ്സ് ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, ബ്ലീഡിങ് നന്നായിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ HB കുറവായിരിക്കും. അപ്പോൾ അവർക്ക് HB സപ്ലിമെൻറ്റ്സ് ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ HB കുറവാണെങ്കിൽ മാത്രമേ ഉള്ളൂ സപ്ലിമെൻറ്റ്സ്. അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ റാഗി പോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതാണ്. ഇപ്പോൾ HB ഒരു കൺട്രോളിൽ കൊണ്ടുവരാണ്. ചിലർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടാവാം. അപ്പോൾ നമുക്കതിൻ്റെ സപ്ലിമെൻറ്റ് ഉപയോഗിക്കണം. കാൽഷ്യത്തിന് കുറവുണ്ടാവാം, മഗ്നീഷ്യം, സിങ്ക്, ഇതിനൊക്കെ കുറവ് ഇതിൻ്റെ കൂടെ ഉണ്ടാവാം. ചിലർക്ക് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും നമുക്ക് ഇതിനൊപ്പം പോകണം. അതായത് സപ്ലിമെൻറ്റുകൾ ആവശ്യമായിട്ട് വരും, മിനറൽസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കേണ്ടി വരും. അതും ഇതിൻ്റെ കൂടെ നമുക്ക് കൊണ്ടുപോകണം. അഞ്ചാമതായി ഇവർ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അഞ്ചാമതായി ഇവർക്ക് ചെയ്യാവുന്നതാണ് മാനസികാരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ്. മെൻ്റൽ ഹെൽത്ത്, ശരീരവും മനസ്സും എപ്പോഴും റിലേറ്റഡ് ആണ്. ഏതെങ്കിലും ഒന്നിന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലി നമ്മൾ ഡൗൺ ആവും, പ്രശ്നങ്ങൾ നമുക്ക് സങ്കടമാവും, ടെൻഷനാവും, ഒക്കെ ഉണ്ടാവും. ചിലർക്ക് ഇപ്പോൾ ആൻഷൈറ്റി, ഡിപ്രഷനൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കരുതും PCOD ഉണ്ട്, അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന്. അങ്ങനെയല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ഒരുമിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ ആവശ്യം. ചിലർക്ക് അതിൻ്റെ കൗൺസിലിംഗ് ആവശ്യം ഉണ്ടാവും, മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ ആൻഷൈറ്റിക്കാണെങ്കിലും ഡിപ്രഷനാണെങ്കിലും ആവശ്യം വരും. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിന് എടുക്കേണ്ടി വരും. ആറാമതായി ജീവിതശൈലിയിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അതായത് നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ്സും ടെൻഷനുകളും ഉണ്ടാവും. അത് മാക്സിമം നമ്മളെ രീതിയിൽ പറ്റാവുന്ന രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഉറക്കം, ഒരു 6 to 8 മണിക്കൂർ ഉറക്കം ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ ഡെയിലി കുടിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കും. അത് നമുക്ക് പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസും ഒക്കെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാക്കും. അപ്പോൾ അത് നമുക്ക് PCOD നമ്മൾ കരുതിയ പോലെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ, ഈ ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൽ PCOD അല്ലെങ്കിൽ PCOSൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതിയിൽ അതിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾക്കും സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ നദീദ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.